ഹലോ, എൻ്റെ ഒരു നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനാട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയി വന്നിരിക്കുന്ന സമയമാണ്. മേക്കപ്പൊക്കെ ഉണ്ട്, ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. കാജലുണ്ട്, ലിപ്സ്റ്റിക്കുണ്ട്, കുറച്ച് കൺസീലറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡബിൾ ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് യൂസ് ചെയ്യുന്നത് നമ്മളെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കൊക്കനട്ട് ഓയിലാട്ടോ യൂസ് ചെയ്യുന്നത്. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര പ്രോബ്ലം എന്നൊക്കെ, പക്ഷെ എനിക്കിതുവരെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. നല്ല വെളിച്ചെണ്ണ ഇതുപോലൊരു ബോട്ടിലാക്കി വെച്ചിട്ട് കോട്ടൺ പാഡോ അല്ലെങ്കിൽ കോട്ടൺ ബോൾസിലോ വെച്ചിട്ട് നന്നായിട്ട് ആ മേക്കപ്പ് റിമൂവ് ആക്കാൻ പറ്റും കേട്ടോ. കാജലൊക്കെ ഈസി ആയിട്ട് റിമൂവ് ആവും. ഈ ഒരു കോട്ടൺ പാഡ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ സുഡിയോ നട്ടോ, പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും ഓക്കെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ് ചെയ്യുകയാണ്. ഞാൻ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളിൻ്റെ ഈ ഒരു റിഫ്രഷിങ് ഫേഷ്യൽ വാഷ് കേട്ടോ. അടിപൊളി സംഭവമാണ്. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ അതിൻ്റെ അവസാനത്തെ തുള്ളി വരെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത്രയ്ക്കും നല്ലതാണ്. നോർമലി ചില ഫേസ് വാഷുകളൊക്കെ നമ്മൾ ഫേസ് ഡ്രൈ ആക്കാറുണ്ട്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴൊന്നുമില്ല, ആഴ്ചയിൽ 2 തവണയായിട്ട് ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. ഇത് ഡാലിറ്റേൻ്റെ ഒരു ഗ്രീൻ മാസ്ക് ആണ്. ഡാലിറ്റേ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ബ്രാൻഡാട്ടോ. അവരുടെ ഈ ഒരു ഫേസ് മാസ്ക് ഇത് നമ്മുടെ ഫേസിൽ ടാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരുപാട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് അതും വെള്ളം വെച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മളൊരു 5 to 10 മിനിറ്റ്സ് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഓവറായിട്ട് ഡ്രൈ ആവാൻ നിൽക്കരുത്. അതിന് മുമ്പ് തന്നെ ഫേസ് വാഷ് ചെയ്ത് കളയാം. ആ ഒരു സമയത്ത് തന്നെ ഞാൻ ലിപ്പിൽ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്കിൻ കെയർ ഓയിൽ, MS-ൻ്റെ സ്കിൻ കെയർ ഓയിൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പേജാണ്. അവിടെ നിന്നിട്ടോ ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര റിവ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷേ എനിക്കിത് ഫേസിലിട്ടുന്ന ഒരുപാട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വന്ന് ഇവർ പ്രത്യേകം പറയുന്നുണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്ന്. പക്ഷേ എനിക്ക് ഒട്ടും എഫക്റ്റീവായി തോന്നിയില്ല. പക്ഷെ ഞാൻ ലിപ്പിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുമെന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. റിസൾട്ട് വരുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തോട് ഷെയർ ചെയ്യും കേട്ടോ. പിന്നെ ബാക്കി വരുന്ന ഇത് നല്ലൊരു എമൗണ്ട് എടുത്ത് വാങ്ങിയതായതുകൊണ്ട് ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്ത സമയത്ത് നന്നായിട്ട് പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. 5-10 മിനിറ്റ് കഴിഞ്ഞാൽ എന്തായിട്ടും ആ ഫേസ് മാസ്ക് കളയാനട്ടോ. അതിൽ കൂടുതൽ വെക്കുന്ന അത്ര നല്ലതല്ല. നമുക്കത് യൂസ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നസ് അപ്പം തന്നെ ഫീൽ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് സ്ഥിരമായിട്ട് അതന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതെൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആട്ടോ. ഇതെൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. പിന്നെ ഒരു ലിപ് ബാം കൂടി അപ്ലൈ ചെയ്താൽ എൻ്റെ സ്കിൻ കെയർ റുട്ടീൻ കംപ്ലീറ്റ് ആയി. ലിപ് ബാം നേരത്തെ ഫേസ് മാസ്ക് ഇല്ലേ, അവിടെ തന്നെ ഡാലിറ്റൻ്റെ തന്നെ ഒരു ലിപ് ബാമാണ്. അടിപൊളി സാധനമാണ്. ഹണി ബട്ടർ ലിപ് ബാം. ടിൻറ്റഡും നല്ല ഓർഗാനിക് പ്രൊഡക്റ്റാണ്. ഐഷ് വരെ ഇത് യൂസ് ചെയ്യാറുണ്ട്. നന്നായിട്ട് നമ്മുടെ ലിപ്പിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും.